നമസ്കാരം. വിശ്വാസത്തിന്റെ മറവിൽ ശബരിമലയിൽ നടന്നത് കൊടും കൊള്ളയാണെന്ന് തെളിയുകയാണ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലൂടെ. തട്ടിപ്പിൽ ഇടനില നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തിന്റെ ഗൂഢാലോചനയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഗുരുതരമായ 3 കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കിയെന്നും അത് പോറ്റിയുടെ കൈവശമുണ്ടെന്നുമുള്ള കണ്ടെത്തലാണ് ഒന്ന്. 2019 ദേവസ്വം ബോർഡ് തീരുമാനം അന്നത്തെ സെക്രട്ടറി ജയശ്രീ തിരുത്തിയാണ് സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ചത് എന്ന വിവരം. മൂന്നാമതായി, ദ്വാരപാലക ശില്പം പോറ്റിയുടെ പേരെഴുതി ഒപ്പിട്ട് കൊണ്ടുപോയത് 2 സുഹൃത്തുക്കൾ. കള്ളം ചെയ്തവർ നിയമത്തിന്റെ കൈകളിലെത്തും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അയ്യപ്പന്റെ സ്വത്ത് കൈയിട്ട് വാരിയ കാട്ടുകള്ളന്മാരെ കൈയോടെ പിടികൂടാൻ സമയമായോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM നിന്ന് ശ്രീ കെ അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, BJPയിൽ നിന്ന് ശ്രീ ഉല്ലാസ് ബാബു, ഒപ്പം തന്നെ ശില്പിയായ ശ്രീ മഹേഷ് പണിക്കർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ കെ അനിൽകുമാർ, ഇന്നിപ്പോൾ ഈ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും അതിൻ്റെ ഭാഗമായി വന്ന ഉത്തരവുമാണ് നമ്മളുടെ മുന്നിലേക്ക് കുറേ വിവരങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കി എന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. അതുപോലെ തന്നെ ഇതിൽ ദേവസ്വം ജീവനക്കാർ ഇടപെട്ട് 2019 ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ തിരുത്തിയ ശേഷമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകിയത് എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വാതിൽപ്പാളിയും ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഈ നൽകിയത് സ്വർണം പൊതിഞ്ഞ പാളിയാണെന്നും വാതിൽപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് 2019 മാർച്ച് തീരുമാനമെടുത്തു എന്നുമാണ്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒത്താശയിൽ നടന്ന ഒരു വലിയ തിരിമറി, ഒരു വലിയ തട്ടിപ്പ് ആണ് ശബരിമലയിൽ നടന്നത് എന്നല്ലേ ദേവസ്വം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും തെറ്റു ചെയ്ത ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ആവർത്തിച്ചുറപ്പാക്കുന്ന ആത്മവിശ്വാസമാണ് ഹൈക്കോടതി വിധിയിലൂടെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന വിജിലൻസ് ആരംഭിച്ചപ്പോൾ ഇത് വിജിലൻസ് അന്വേഷിക്കാൻ പാടില്ല, ഹൈക്കോടതി അന്വേഷിക്കാൻ പാടില്ല, CBIക്ക് കൈമാറണം എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് എടുത്തത്. രണ്ടാമത്, ഇത് ഉരുക്കുകയോ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വർണം മാറ്റുകയല്ല ഉണ്ടായത്. ഇത് അതുപോലെ തന്നെ ഏതോ ഒരു കോടീശ്വരന് വിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ പോറ്റി കോടീശ്വരന് വിറ്റു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. അപ്പോൾ തന്നെ വിജിലൻസ് ഇതിൻ്റെ ഉള്ളറകളിലേക്ക് പോയിരുന്നു. എന്താണ് ഇതിൽ നടന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെയെന്നല്ല ഒരു ക്ഷേത്രത്തിലും അരുതാത്ത ഒരു കാര്യവും നടത്താൻ പാടില്ല. ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരെല്ലാം ഹരിശ്ചന്ദ്രന്മാരാണ് എന്നൊരു തെറ്റിദ്ധാരണയും ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായി അവിടെയുള്ള തെറ്റുകളെ തിരുത്തിക്കൊണ്ട് കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് ശരിയായ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് LDF സർക്കാരുകൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ 2019 2025 2 തവണ ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഈ ശില്പങ്ങളുടെ പാളികളും അതുപോലെ തന്നെ ഇപ്പോൾ അമ്പലത്തിൻ്റെ വാതിലും അതുപോലെ കട്ടളയടക്കമുള്ള ഭാഗങ്ങൾ ശ്രീകോവിലിൻ്റെത് ഒരു തവണയും അത് പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 2 സംഭവങ്ങളും നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഒന്ന്, ദേവസ്വത്തിൻ്റെ സ്വർണം ഉൾപ്പെടെയുള്ള എല്ലാ ആഭരണങ്ങളുടെയും സ്വത്തുക്കളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അവിടുത്തെ തിരുവാഭരണം കമ്മീഷണറാണ്. ആ തിരുവാഭരണം കമ്മീഷണറുടെ പക്കൽ അതിനായിട്ട് രജിസ്റ്ററുകളുണ്ട്. ആ രജിസ്റ്ററുകളിൽ ഒരു ക്ഷേത്രത്തിനകത്തുള്ളതെല്ലാം അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കൈവശമാണ് അവിടെയുള്ള രേഖകൾ താൽക്കാലികമായി ഏൽപ്പിക്കുന്നത്. എങ്കിലും തിരുവാഭരണ കമ്മീഷണറാണ് മേൽനോട്ടം. ഒന്നാമത്തെ കാര്യം, ദേവസ്വം ബോർഡിന് തെറ്റുപറ്റിയോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. തെറ്റുപറ്റിയെങ്കിൽ രാഷ്ട്രീയമായി CPM LDF ഉത്തരം പറയണം, സർക്കാർ ഉത്തരം പറയണം. അപ്പോൾ തെറ്റുപറ്റിയോ എന്ന് ചോദിക്കണം. എന്ത് വേണം? അവിടെ ഇത് നവീകരിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം ദേവസ്വം ബോർഡിന് വരികയാണ്. വരുമ്പോൾ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? നവീകരിക്കണമെന്ന് താഴെ നിന്നുമെന്ന അഭിപ്രായത്തെ അംഗീകരിച്ചത് വ്യവസ്ഥകളില്ലാതെയല്ല,
മാനുവലിന് വിധേയമായിട്ടാണ്. മാനുവലിൽ എന്താ പറയുന്നത്? ഇതിൻ്റെ കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷണർ, എൻജിനീയർ സ്മിത്ത്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, വിജിലൻസ്, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ പാടുള്ളൂ എന്ന് 2019 ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ട്. 2025 ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഉത്തരവ് അവിടെ നിലനിൽക്കെ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത് പുറത്തു കൊണ്ടുപോകാനും പോറ്റിക്ക് കൊടുക്കാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തി. ദേവസ്വം ബോർഡിനെ മറികടന്നു. ആ മറികടന്നുകൊണ്ട് അത് തെറ്റായി നിർവഹിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന സത്യം. ആ സത്യം പുറത്തു വന്നപ്പോൾ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണോ ക്രമക്കേട് കാണിച്ചത്, ദേവസ്വം ബോർഡിനെ മറികടന്നത്, ആ മറികടന്നവർ പ്രതികളാകും. അങ്ങോട്ട് സൂചിപ്പിച്ച വാതിൽ പടികൾ അല്ലെങ്കിൽ പാളികൾ സംബന്ധിച്ച് തയ്യാറാക്കിയ മകസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ തന്ത്രി കൂടി അതിന് കൂട്ടുന്നോ എന്ന കാര്യം നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്രകാരം ഒരു കാര്യം വന്നപ്പോൾ സതുദ്ദേശത്തോടെ അതിൻ്റെ ഭാഗമായതായിരിക്കാം. അല്ല ശ്രീ അനിൽകുമാർ, ഞാൻ ഇടയ്ക്ക് ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അതായത് താങ്കൾ പറഞ്ഞത് ഈ ശബരിമലയിൽ നവീകരണം വേണം എന്നൊരു നിർദ്ദേശം വന്നു, അങ്ങനെയാകാം എന്ന് തത്വത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു എന്നാണ്. എവിടെ നിന്നാണ് ഈ നിർദ്ദേശം ഉണ്ടായത്? അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായാൽ വ്യവസ്ഥയനുസരിച്ച്, മാനുവൽ അനുസരിച്ച്, നടപടിക്രമങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഒരു സെക്രട്ടറി ഉത്തരവ് തിരുത്തിക്കൊണ്ട് അട്ടിമറിക്കാൻ കഴിയുന്നത്? അതാണിപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് പ്രകാരം പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ദേവസ്വം ബോർഡിന് മുന്നിൽ ഒരു അപേക്ഷ വരുന്നു. അപേക്ഷ എങ്ങനെയാണ് വരുന്നത്? വെറുതെ നേരിട്ടാരും അപേക്ഷിക്കല്ല. പോറ്റിയുടെ അപേക്ഷ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ല. അവിടെ ഇപ്രകാരം ഒരു നവീകരണം ആവശ്യമുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതുന്നു. അതിൻ്റെ മേലെ അവിടെയുള്ള തന്ത്രി ഇത് സാധ്യമാകേണ്ട കാര്യമാണ് എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് എന്താ ചെയ്യുന്നത്? മാനുവൽ പരിശോധിക്കുന്നു. മാനുവൽ പ്രകാരം എന്താണ് നടക്കേണ്ടത്? അതിൻ്റെ മുഴുവൻ ആഭരണങ്ങളുടെയും ചുമതലയുള്ള തിരുവാഭരണ കമ്മീഷണർ, അന്നത്തെ കമ്മീഷണറുടെ പേര് ശ്രീ KS ബൈജു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ KS ബൈജു ആണ് ഒന്നാമത്തെ ആൾ, ആ ഉത്തരവിലെ ഒന്നാമത്തെ വ്യക്തി. രണ്ടാമത്തത് എൻജിനീയർ വേണം. മൂന്നാമത്തത് ഇതിൻ്റെ ലോഹപാളികളിൽ സ്വർണ്ണമെത്ര ചെമ്പെത്ര എന്ന് തിട്ടപ്പെടുത്തുന്ന സ്മിത്ത് വേണം. ഇതെന്തിനാ ചേർത്തിരിക്കുന്നത്? ഇത് വിജയമല്യ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അത് സമർപ്പിക്കുമ്പോൾ എത്രത്തോളം സമർപ്പിച്ചുവെന്ന് അന്ന് അളന്നെടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്. അന്ന് അളന്നിടത്തോളം തിരിച്ചു വരണം. വിജയമല്യ കൊടുത്ത എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അളവ് അവിടെയുണ്ട്. ആ അളന്ന് അത്രയും തിരിച്ചു കിട്ടണം. ഓരോന്നും സമർപ്പിക്കുമ്പോൾ എത്ര പവനുണ്ട് എന്ന് തിരുവാഭരണങ്ങൾക്ക് അവിടെ കൊടുക്കുന്ന മുതലുകൾക്ക് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ മകസറുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ആ മകസറിൽ നിന്നും അകലമുണ്ടെങ്കിൽ അപകരിക്കപ്പെട്ടു. ഇതാണല്ലോ ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ പറയുന്നത്. അതുപ്രകാരം നിയമാനുസരണം മാത്രം ചെയ്യാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ആ തീരുമാനപ്രകാരം ആദ്യം ആരാണ് പ്രവർത്തിക്കേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല, തിരുവാഭരണ കമ്മീഷണറാണ്. രണ്ടാമത്തെ ആളാരാണ്? എഞ്ചിനീയർ പറയണം. മൂന്നാമത്തെ ആളാരാണ്? സ്മിത്ത് പറയണം. താങ്കൾ വിശദീകരിച്ചുള്ള ഒരൊറ്റ കാര്യം അതിനിടയിൽ, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളെ അല്ലെങ്കിൽ ഈ നവീകരണം ആവശ്യമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സന്നിധാനത്ത് നിന്ന് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം പൂശാൻ ആരാണ് പറഞ്ഞത്? ഏത് മാനുവലിലാണ് അതിന് അനുവാദം നൽകുന്നത്? ആരുടെ തീരുമാനപ്രകാരമാണ് ഇത് ചെയ്തത്? അന്നേ ഇതെന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല? ഇതെങ്ങനെ പുറത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞു? അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിലൊരു കാര്യം വന്നു. അവരത് ശുപാർശ അല്ലെങ്കിൽ നിയമപ്രകാരം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ആ ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ പുറത്തു കൊണ്ടുവരാൻ ഉത്തരവുണ്ടോ? ദേവസ്വം ബോർഡ് ഉത്തരവിട്ടിട്ടില്ല, പുറത്തു കൊണ്ട് അനുവദിച്ചിട്ടില്ല. പുറത്തു കൊണ്ടുപോകേണ്ടതാണെങ്കിൽ ഇത് പുറത്തു കൊണ്ടുപോകേണ്ടതാണെന്ന് ദേവസ്വം ബോർഡിന് അപേക്ഷ കൊടുക്കണം. അതാരാ പറയേണ്ടത്? തിരുവാഭരണ കമ്മീഷനാണ് പറയേണ്ടത്. എൻ്റെ കസ്റ്റഡിയിൽ നിന്നും പുറത്തു കൊണ്ടുപോകണം. ഇനി പുറത്തു കൊണ്ടുപോകുന്നതിന് തന്ത്രി അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം? പുറത്തു പോകുന്നതിന് ഉദ്യോഗസ്ഥരെ അനുധാവനം ചെയ്യണം. അത് മനസ്സിലാക്കണമെങ്കിൽ 2025 നിന്ന് 2019 വരെയുള്ള വ്യത്യാസം മനസ്സിലാക്കണം. 2025 അത് നവീകരിച്ചത് ഇപ്പോഴത്തെ വിവാദം വരും മുമ്പാണ്. വിവാദവും ഇപ്പോഴത്തെ നവീകരണമായിട്ട് ബന്ധമില്ല. ശ്രീ പ്രിയസ് പ്രശാന്ത് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ദേവസ്വത്തിൻ്റെ തിരുവാഭരണ കമ്മീഷണർ ചെന്നൈയിലേക്ക് കൂടെ പോയി. അവിടെ പോയി നിന്ന് ഈ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ പുറത്തു കൊണ്ടുപോകുന്നതിന് തെറ്റില്ല. പുറത്തു കൊണ്ടുപോയിട്ട് വന്നപ്പോഴോ ആ പുറത്തു കൊണ്ടുപോകുന്നതിന് തന്ത്രി അനുവാദം കൊടുത്തു, ഭഗവാന്റെ അനുജ്ഞ വാങ്ങി അവിടെ കൊണ്ടുപോയി നവീകരിച്ച് തിരിച്ചു കൊണ്ടുവന്നു. കോടതി അത് അംഗീകരിച്ചു. 17 സ്ഥാപിക്കാൻ പോവുകയാണ്.
പുറത്തു കൊണ്ടുപോയതല്ല പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? പുറത്തു കൊണ്ടുപോകും മുമ്പ് ഇത് കസ്റ്റഡി വിട്ടുകൊടുക്കാൻ പാടില്ല. ദേവസ്വം ബോർഡിൻ്റെ ഒരു രേഖയിലും ഇത് പോറ്റിക്ക് കൊടുക്കാൻ വ്യവസ്ഥയില്ല. അത് പോറ്റിക്ക് കൊടുക്കാവുന്ന സാധനമാക്കി മാറ്റി. 2, അതിൽ സ്വർണ്ണമുണ്ട് എന്നുള്ള ഭാഗത്തെ ഇല്ലാതാക്കാൻ സ്മിത്താണോ എഞ്ചിനീയറാണോ തിരുവാഭരണ കമ്മീഷണറാണോ ഗൂഢാലോചന നടത്തിയത്? അത് പരിശോധിക്കാൻ. അല്ല ശ്രീ അനിൽകുമാർ, 2019 സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈക്ക് കൊണ്ടുപോകുമ്പോൾ അതിനുശേഷം തിരികെ വരുമ്പോൾ തൂക്കത്തിൽ 4.5 കിലോയോളം കുറവ് ചെന്നൈയിൽ ഇത് എത്തിച്ചപ്പോൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. മാത്രമല്ല 39 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സന്നിധാനത്ത് നിന്ന് ചെന്നൈയിൽ എത്തുന്നത് എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. ഇതൊക്കെ എന്തുകൊണ്ട് അന്നേ മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് ഇത് അന്നേ തിരിച്ചറിയാൻ പറ്റിയില്ല? അങ്ങനെയാണെങ്കിൽ ആ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു ക്ഷേത്രത്തിലെ മുതൽ, ശബരിമലയിലെ മുതൽ, കസ്റ്റോഡി എന്ന് പറയുന്നത് ശമ്പളം കൊടുത്ത് അവിടെ തിരിക്കുന്ന ആൾക്കാണ്. എൻ്റെ കസ്റ്റഡിയിലൊരു സാധനം പുറത്തു പോകുന്നു, ഞാനറിയാതെ പുറത്തു പോയാൽ അത് പുറത്തു പോയതിന് അദ്ദേഹം പരാതിപ്പെടണം. ശ്രീ KS ബൈജു പരാതിപ്പെട്ടില്ല. KS ബൈജു എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് പരാതി ഇല്ലാത്തതിന് പ്രത്യേക കാരണമുണ്ട്. അവിടെ 2 ബൈജുമാരുണ്ട്, G ബൈജു ഉണ്ട്, KS ബൈജു ഉണ്ട്. ഈ 2 ബൈജുമാരും തമ്മിൽ കൂട്ടുകച്ചവടമുണ്ട്. ഈ KS ബൈജുവിനെ കുറിച്ച് നിങ്ങളാരും അറിയാത്തതിന് കാരണം എന്താണ്? അദ്ദേഹം കോൺഗ്രസ് സംഘടനക്കാരനാണ്. അതിൻ്റെ അറ്റത്തെങ്ങാനും CPM ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കിടക്കപ്രതി ഉണ്ടായിരുന്നു. ഇന്ന് മാധ്യമങ്ങൾക്കൊരു മൗനമാണേ. പ്രതിപക്ഷത്തിന് ബഹളമില്ലേ? എന്താ ബഹളമില്ലാത്തത്? ഉദ്യോഗസ്ഥനായിട്ടുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷണർ എന്നല്ലേ മാനുവലി പറയണത്. ഞാൻ കസ്റ്റോഡിയനായൊരു സാധനം ഞാനില്ലാതെ, എൻ്റെ അറിവില്ലാതെ കൊണ്ടുപോയാൽ ഞാൻ പരാതിക്കാരനാകണം. ഇവിടെ KS ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറാണെന്ന് പരാതിക്കാരനാവേണ്ടത്. ആ ആള് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു കാര്യം വളരെ ഗൂഢാദ്ദേശത്തോടു കൂടി ഇങ്ങനെ സ്വയം കൈകാര്യം ചെയ്തു. അത് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതിൻ്റെ ഇടയ്ക്കൊരാളുണ്ട്, ഒരു അനിതയുടെ പേര് ഒരു മാധ്യമങ്ങളിലും ഇല്ല. കാരണം ബോർഡിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അനിതയ്ക്കും രാഷ്ട്രീയമുണ്ട്. അല്ല, ജയശ്രീ അല്ലേ? അനിതയൊന്നും ഇടതുപക്ഷം അല്ലാത്ത കൊണ്ടല്ലേ ഇപ്പോൾ വല്ലാത്ത നിരാശ. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പിടിക്കും, മൊത്ത ആളെ പിടിക്കും. അല്ലല്ല, സെക്രട്ടറി 2019 ബോർഡിന്റെ സെക്രട്ടറി ജയശ്രീ അല്ലേ ശ്രീ അനിൽകുമാർ? അതെ, ജയശ്രീയാണ്. ജയശ്രീ ഉത്തരവാദി എന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, ഏതോ അനിതയുടെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ജയശ്രീ അല്ലല്ല, ഏതോ അനിതയുടെ പേര് താങ്കൾ പറഞ്ഞു. ഏതോ അനിതയുടെ പേര് ജയശ്രീയാണ്. ജയശ്രീ, ഓ സോറി, യു ആർ കറക്റ്റ്. നിങ്ങളാണ് കറക്റ്റ്. ഞാൻ ഈ പേരൊന്നും ഓർക്കേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാണ് ശരി. ഞാനൊരു വ്യക്തിയെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല, അവരെ എനിക്ക് അറിയത്തുമില്ല. മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് താങ്കളോട് ചോദിക്കട്ടെ. അതായത് ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അവിടെ നിന്ന് മോഷണം പോയെന്നും അതിൽ ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ കസ്റ്റോഡിയനായിരുന്ന ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പും തിരിമറിയുമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതിന് കാരണം എന്നുമാണ് താങ്കൾ ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഓക്കെ ആണല്ലോ? അതല്ലേ ഹൈക്കോടതി കണ്ടെത്തിയത്. ശരി, ശ്രീ രാജു പി നായർ, അതെ, മുഴുവൻ കാര്യങ്ങളുമായിട്ടില്ല. ഇനി അന്വേഷണം, കേസ് എടുത്ത് അന്വേഷണം നടത്തുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ വരാൻ പോകുന്നത്. ശ്രീ രാജു പി നായർ, ശരി, ശ്രീ രാജു പി നായർ, ഇവിടെ അയ്യപ്പന്റെ സ്വർണം മോഷണം പോയിരിക്കുന്നു. ഒരു തെഫ്റ്റ് അവിടെ നടന്നിട്ടുണ്ട്. അതിന് കൂട്ടുനിന്നവർ, അതിന് ഒത്താശ ചെയ്തവർ, അതിനുവേണ്ടി വഴിയൊരുക്കിയവർ ഉദ്യോഗസ്ഥരാണ് എന്നും ആ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുമാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്. നേരത്തെ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ തന്നെ അന്വേഷിച്ചാൽ സത്യമൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്നും CBI അന്വേഷണം വേണമെന്നും മുറവിളി കൂട്ടിയ പ്രതിപക്ഷത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പിന്നെ പ്രതിപക്ഷ സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ അന്ന് ദേവസ്വത്തിൻ്റെ സ്ഥാനത്തിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ മാത്രം ഒഴിവാക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നും അദ്ദേഹത്തിന് വിമർശനമുണ്ട്. മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ കുറ്റവും, മുഴുവൻ ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥർക്കാണ് എന്ന് തെളിയിക്കുന്നതാണോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിവരങ്ങൾ? അതല്ല, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതിലെ കള്ളന്മാരാരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കും എന്ന വാക്കിൽ വിശ്വസിച്ച് പ്രതിപക്ഷം ഇരിക്കാൻ പോവുകയാണോ? ഗോപീഷൻ, അസാമാന്യമായ തൊലിക്കട്ടിയോടുകൂടി മാത്രമേ അനിൽകുമാറിനെ പോലെ ഇത്തരത്തിൽ ഡിബേറ്റിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. എന്താ കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ്. പ്രതിപക്ഷം പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കൊള്ള നടന്നിരിക്കുന്നു, മോഷണം നടന്നിരിക്കുന്നു. അവിടെ കൊണ്ടുപോയ സാധനമല്ല അവിടെ തിരിച്ചെത്തിയത്.
ആ കൊണ്ടുപോയ സാധനം ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല പറഞ്ഞത്, കോടതി പറഞ്ഞു. ആ കോടതി പറഞ്ഞത് അവിടെ അതിന് പൊട്ടൻഷ്യൽ അതിനകത്തുള്ളൊരു ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടിന് അവിടുത്തെ പാളികൾ ഉൾപ്പെടെ ദ്വാരപാല ശില്പം ഉൾപ്പെടെ വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞത്. കൊള്ള നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൊള്ള ക്രൈം അവിടെ നടന്നിരിക്കുന്നു കോടതി പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു ഇവർ ഇത്രയും നാൾ പറഞ്ഞത്? അനിൽകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ചർച്ചയിലൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് കേൾക്കണം. എത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻസിലുള്ളത് നോക്കണം. ആദ്യം ഇത് സ്വർണ്ണമാണെന്ന് ആരാണ് പറഞ്ഞത് ഒരു ചർച്ചയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് തന്നെയാണ്. എന്തായാലും കൊള്ള നടന്നിരിക്കുന്നു വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ കൊള്ളക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണല്ലോ പറയുന്നത്. അതിനു മുമ്പ് ഏതോ ബൈജുവിൻ്റെയും ജയശ്രീയുടെ കാര്യമൊക്കെ പറയുന്നു. അനിൽകുമാർ പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് ഇവരൊക്കെ രാഷ്ട്രീയ നയമനം നടത്തിയിരുന്ന അനന്തഗോപനും അതുപോലെ തന്നെ പത്മകുമാറും പ്രശാന്തും ഒക്കെ ഒരു പുണ്ണാക്കിനും കൊള്ളൂലാത്തവന്മാരാണ്, ഒന്നിനും കൊള്ളൂലാത്തവന്മാർ. കാരണം തങ്ങളുടെ കീഴിലിരിക്കുന്ന ഏതെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ആൾക്കാർ തീരുമാനിച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം പോലും മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്, ഒരു ഭരണ നേതൃത്വത്തിനൊക്കെ പറയാൻ കൊള്ളാവുന്ന മറുപടിയാണോ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പറയുന്നത്? ഇക്കണക്കിന് നാളെ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം തിരുത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് പറയുമല്ലോ അത് ഏതോ കോൺഗ്രസ്സുകാരൻ അവിടെ നിന്ന് തിരുത്തിയാന്ന്. എന്തൊരു ഉളുപ്പില്ലായ്മ വേണം ഇത്തരത്തിലൊക്കെ പറയാൻ. ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം അവാസ്തവവും പറഞ്ഞു. 2019 ഓർഡറിൽ ഞാൻ ചോദിക്കട്ടെ ഗോപീകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഒരു ദിവസം ഹരിവരാസനം ചൊല്ലി നടയടച്ചതിന് ശേഷം അവിടുത്തെ അയ്യപ്പനും ഉറങ്ങി അവിടുത്തെ എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് ശേഷം രാത്രി പോയിട്ട് ഇളക്കിക്കൊണ്ടുവന്നതാണോ ഇത്? മോഷണം ആണോ? അല്ലല്ലോ. അദ്ദേഹം ഹരിവരാസനം കഴിഞ്ഞ് അയ്യപ്പനും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നല്ലോ. 2019 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ദേവസ്വം ബോർഡ് കൂടി തീരുമാനിച്ചതിൻ്റെ ഉത്തരവാണ്. ആ ഉത്തരവിൽ പറയുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2019 ഒരു കീഴ്ശാന്തിക്കാരൻ്റെ സഹായിയായിട്ട് നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും വിശ്വാസപരമായും സാമ്പത്തികമായും വൈകാരികമായും മൂല്യമുള്ള ഇത് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് അതിൻ്റെ ഉത്തരവിൽ പേരെഴുതി വെച്ച് കൊടുക്കാൻ ഇയാളിൽ കണ്ട വിശ്വാസ്യത എന്താണ്? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞതിൻ്റെ വിശ്വാസ്യതയാണോ? ദേവസ്വം ബോർഡ് കൂടി പ്രസിഡന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് കൊടുത്തുവിടുന്നത്. രണ്ടാമത്തെ ചോദ്യം, അതിനകത്ത് ഇത് ചെമ്പ് പാളിയായത് എങ്ങനെ? UB ഗ്രൂപ്പ് ഉൾപ്പെടെ നിർമ്മിച്ചു കൊടുത്തത്, അവിടെ വെച്ചു കൊടുത്തത് ഗോൾഡ് ക്ലാഡഡ് ആണ്, സ്വർണം പൊതിഞ്ഞതാണ്. അതിനുണ്ടായിരുന്ന ആൾക്കാരുൾപ്പെടെ തന്ത്രിമാരുൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സ്വർണം പൊതിഞ്ഞതാണ്. ആ സ്വർണം പൊതിഞ്ഞ പാളി കൊടുത്തയച്ചപ്പോൾ എങ്ങനെയാണ് അതിനകത്ത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ? കോടതി പറഞ്ഞല്ലോ ആ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗൂഢാലോചന തുടങ്ങിയിരിക്കുന്നു. ഇനി ഇവർ പറയുകയാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് വിരുദ്ധമായിട്ടൊരു ഉത്തരവിറക്കി. ആ ഒരു ഉത്തരവിറക്കിയാൽ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ അത് തിരിച്ച് എന്താണ് ആ ഉത്തരവെന്ന് വായിച്ചു നോക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടിരുന്നെങ്കിൽ അവിടെ അയ്യപ്പൻ ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഗോപീകൃഷ്ണൻ, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന ഒരാളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മിനിറ്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞ് ഓർഡർ കൊടുക്കുമ്പോൾ ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ഒപ്പിടണം. ഞാൻ ഒപ്പിടുമ്പോൾ അത് വായിച്ചു നോക്കി കൃത്യമാണോ നോക്കിയിട്ടാണ് ഒപ്പിടുന്നത്. ഇനി അല്ലാതെ ഏതെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് എനിക്കറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതാണല്ലോ രാഷ്ട്രീയ നേതൃത്വം, അതാണല്ലോ ദേവസ്വം ബോർഡ്. അതല്ലാതെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നു, ഉദ്യോഗസ്ഥർ മറ്റെന്തോ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് കൊള്ളൂല എന്ന് കൂടിയാണല്ലോ പറയണത്. അത് കള്ളമാണ്. അതവിടെ നിൽക്കട്ടെ, അത് കള്ളമാണ്. പിന്നെ 2022 തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊണ്ടതിൽ കള്ളത്തരം നടന്നു ദേവസ്വം ബോർഡിന് മനസ്സിലായി ഇല്ലേ? ദേവസ്വം ബോർഡിന് 2022 തന്നെ ഈ കള്ളത്തരം നടന്നു എന്ന് മനസ്സിലായിട്ട് എന്തുകൊണ്ട് ഈ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല? എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇനി 2022 നിൽക്കട്ടെ. ഗോപീകൃഷ്ണൻ ഓർമ്മയുണ്ടല്ലോ, ഈ സംഗമം നടക്കുന്നതിന് തൊട്ട് മുൻപ് അവിടെ ഈ പീഠം കാണാതെ പോയ സാഹചര്യം ഉണ്ടായല്ലോ. പീഠം കാണാതെ പോയിട്ട് അവസാനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നു ഇല്ലേ? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത് അയാൾ കള്ളം പറഞ്ഞു എന്നാണ് അന്ന് പ്രശാന്ത് വന്ന് പറഞ്ഞത്. അങ്ങനെ ശബരിമലയിലെ ഇത്രമാത്രം മൂല്യമുള്ള ആ പീഠം അയാൾ പുറത്തു കൊണ്ടേ അവസാനം മറ്റൊരിടത്ത് കൊണ്ടേ കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് മോഷണത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുത്തില്ല? ഈ ഇത്രയും കള്ളത്തരവും മോഷണം മുഴുവൻ നടന്നിട്ട് ശബരിമലയിലെ അമ്പലത്ത് അവിടുത്തെ പോലീസിന്റെ FIR-ൽ ഇയാളുടെ പേരില്ലല്ലോ. എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് 3 ദേവസ്വം പ്രസിഡന്റുമാർ മാറി വന്നപ്പോൾ ഇയാൾക്ക് സംരക്ഷണം ലഭിച്ചു? എന്തുകൊണ്ട് 2025 വീണ്ടും അയാളെ വിളിച്ചു? പിന്നെ ഇവിടെ മറ്റൊരു കള്ളവും കൂടി പറഞ്ഞു, ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ദേവസ്വം മാനുവൽ ഉണ്ടല്ലോ, ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അപ്പൊ പിന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഇത് പുറത്തു കൊണ്ടുപോകാൻ എങ്ങനെ വന്നു?
അല്ല അത് രണ്ട് കാര്യങ്ങൾ ശ്രീ രാജു പി നായർ. ഒന്ന്, 2019 ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി അന്നത്തെ ബോർഡ് സെക്രട്ടറി ഉത്തരവ് തിരുത്തിയിട്ടാണ് ഇത് പുറത്തു കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകിയത് എന്നതാണ് ഒരു വിവരം. പിന്നെ രണ്ട്, താങ്കൾ ചോദിച്ചത് 2019 തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ 2025 ഇതിന്റെ കസ്റ്റോഡിയനായി ഇത് പുറത്തേക്കല്ല ഈ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാൻ എങ്ങനെ അയാൾക്ക് അവസരം കിട്ടി എന്ന് ചോദിച്ചതിന് അന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്, ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് 40 വർഷത്തെ വാറണ്ടി ഈ സ്മാർട്ട് എന്ന ക്രിയേഷൻസ് എന്ന കമ്പനി നൽകിയിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് നൽകിയത്. അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടം ബോർഡിന് വരുമായിരുന്നു എന്നാണ്. അത് തന്നെയല്ലേ തട്ടിപ്പ്? അത് തന്നെയല്ലേ തട്ടിപ്പ്? ദേവസ്വം ബോർഡിന് ഏത് സ്പോൺസറും ആവട്ടെ, ഞാൻ നാളെ ശബരിമല അയ്യപ്പന് ഞാൻ എന്തെങ്കിലും അവിടെ വഴിപാടായി കൊടുക്കാൻ തീരുമാനിക്കുന്നു, ഞാൻ അവിടെ വഴിപാടായി കൊടുത്താൽ അത് ദേവസ്വത്തിന്റെ സ്വത്തല്ലേ, അയ്യപ്പന്റെ സ്വത്തല്ലേ? അയ്യപ്പന്റെ സ്വത്തിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എങ്ങനെയാ സ്പോൺസർ? എന്തുകൊണ്ടാണ് ഗോപികൃഷ്ണൻ ഈ അമ്പലങ്ങളിലുള്ള മൂർത്തികൾക്ക് മുഴുവൻ മൈനർ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്? എന്താ, എന്തുകൊണ്ടാണ് മൈനർ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്? ദേവന്റെ സ്വത്ത് ഉള്ളതൊന്നും ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് മൈനർ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ദേവന്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി മൈനർ റൈറ്റ് കൊടുത്ത് വെച്ചിരിക്കുന്ന കവനന്റും കോൺസ്റ്റിറ്റ്യൂഷനും നിലനിൽക്കുമ്പോൾ ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രമാത്രം വലിയ ഗ്യാരണ്ടിയുടെ പേരെങ്ങനെ അയാളുടെ കയ്യിൽ വരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വമായിട്ട് എന്തോ ഈ സ്പോൺസറായിട്ട് വരികയാണെങ്കിൽ, കോൺട്രാക്ടറായിട്ട് വരികയാണെങ്കിൽ കോൺട്രാക്ടർക്കാണോ ഇതിന്റെ ഗ്യാരണ്ടി വരുന്നത്? എന്തുമാത്രം അബദ്ധജടിലമായ കാര്യങ്ങളാണ് പറയുക. കള്ളത്തരം ഇവർ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് നിലയില്ലാ കയത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പൂട, ഇതെല്ലാം തട്ടിപ്പാണ്. അല്ല ശ്രീ രാജു പി നായർ, ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണവും അതിലൂടെ വന്ന കണ്ടെത്തലുകളും ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്താൻ പോകുന്ന അന്വേഷണവും DGPയെ കൂടി കക്ഷി ചേർത്ത് ഇതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കോടതി നൽകിയ നിർദ്ദേശത്തെയും ഒക്കെ പ്രതിപക്ഷം അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളുടെ ആവശ്യം CBI അന്വേഷണം വേണമെന്നാണ്. കാരണം എന്താ? ഞാൻ പറയാം, CBI അന്വേഷണം വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കാരണം എന്താ? ഇത് ഇന്റർസ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള കേസാണ്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അയ്യപ്പനെ വിറ്റ കേസാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും ദേവസ്വം പ്രസിഡന്റുമാരും അറിവോടുകൂടി അയ്യപ്പന്റെ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയി വിറ്റ സംഭവമാണ്. ഇന്റർസ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്നായിരുന്നു ഞങ്ങളുടെ നിലപാട്. എന്തായാലും ദേവസ്വത്തിന്റെ വിജിലൻസിന് ഇത് അന്വേഷിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. കാരണം ദേവസ്വത്തിന്റെ വിജിലൻസിന് FIR അല്ലെങ്കിൽ അറസ്റ്റ് പോലും സാധിക്കില്ല. കോടതി എന്തു പറഞ്ഞു? കോടതി SIT പ്രോബ് പറഞ്ഞു. ഞങ്ങൾ കോടതിയുടെ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, മാനിക്കുന്നു. പക്ഷേ കോടതി അവസാനമായി ഈ സർക്കാരിലും അവിശ്വാസമല്ലേ പറഞ്ഞത്? കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ മറ്റൊരാളോടും പറയരുത്. കാരണം പിണറായി വിജയനോട് പറഞ്ഞ ഇത് അട്ടിമറിക്കും, സർക്കാരിനോട് പറഞ്ഞത് അട്ടിമറിക്കും, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരോട് അട്ടിമറിക്കും. കാരണം ഈ കള്ളക്കൂട്ടങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന അന്വേഷണം ഞങ്ങളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. യു റിപ്പോർട്ട് ഓൺലി ടു അസ്. ഞങ്ങളോട് മാത്രം പറഞ്ഞ. കാരണം ഒരു ഭരണഘടനാ സംവിധാനം, ഒരു ജുഡീഷ്യറിക്ക് ആ സർക്കാരിൽ വിശ്വാസമില്ലാത്തവരെ ഇതിനപ്പുറം വലിയ സ്റ്റേറ്റ്മെന്റ് വേണോ? ഇതിനപ്പുറം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ടോ? ഏത് കോടതി എന്താ പറയുന്നത്? നിങ്ങൾ അന്വേഷണം നടത്തിയിട്ട് അത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ കുറിച്ചാണ്. താങ്കൾ പറഞ്ഞതായാലും ഉത്തരവിൽ പറയുന്നത് ഓഫീസേഴ്സ് ഓഫ് ദ ടീം ഷാൽ ബി ഡയറക്ട്ലി ആൻസറബിൾ ടു ദിസ് കോർട്ട് ആൻഡ് ഷാൽ എൻഷുർ ദാറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഈസ് കണ്ടക്ടഡ് വിത്ത് അറ്റ്മോസ്റ്റ് ഡിസ്ക്രിഷൻ ആൻഡ് ഇന്റഗ്രിറ്റി. ഇതല്ലേ ഈ ഭാഗമല്ലേ താങ്കൾ പറഞ്ഞത്? ആൻഡ് ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. സോ കോടതിയുടെ സൂപ്പർവിഷൻ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ കോടതിയോടാണ് നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായ ഒന്നല്ലേ ശ്രീ രാജു പി നായർ? അല്ല ഗോപികൃഷ്ണൻ, ഇതിനു മുമ്പ് കോടതി നിരീക്ഷണത്തിൽ നടന്നിട്ടുള്ള ഉത്തരവിൽ എവിടെയാണ് അവർ കോടതിയോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുവരും, അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊണ്ടുവരും. അതല്ലാതെ കോടതിക്കപ്പുറം മറ്റൊരാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത്രമാത്രം രഹസ്യ സ്വഭാവത്തോടു കൂടി ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഉത്തരവ് ഗോപികൃഷ്ണൻ എനിക്കൊന്ന് കാണിച്ചതാ. ശരി, ഇത് ഉത്തരവിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഈ സർക്കാരിലും ഇവരുടെ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കോടതിക്ക് വിശ്വാസമില്ല. അതാണ് അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോഴും ഹൈക്കോടതി CBI അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ശരി ശ്രീ രാജു പി നായർ, താങ്കളുടെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരാം. ശ്രീ ഉല്ലാസ് ബാബു, ആശ്വാസകരമാണ്. ഞാൻ വരാം. BJP പ്രതിനിധി ശ്രീ ഉല്ലാസ് ബാബു ഉണ്ട് ഈ ചർച്ചയിൽ. ശ്രീ ഉല്ലാസ് ബാബു, 2-3 കാര്യങ്ങൾ. ഒന്ന്, കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. അതിനെ തുടർന്നുള്ള കോടതിയുടെ ഉത്തരവ് നമ്മുടെ മുന്നിലുണ്ട്. ഇനി അതിന് പുറമെ ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ
പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ, ഇതിൽ കള്ളം ചെയ്തവരുണ്ടെങ്കിൽ അവർ നിയമത്തിൻ്റെ കൈകളിലെത്തും, ആരാണെങ്കിലും. രണ്ടാമത്തെ കാര്യം, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വെളിപ്പെടുത്തലും മറ്റ് അനുബന്ധ വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭത്തിലാണ്. ബദൽ സംഗമം എന്നും ഇതിനെ അട്ടിമറിക്കാനും ഒക്കെ ശ്രമിച്ചവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ പുറത്തു വന്ന വെളിപ്പെടുത്തലിന് പിന്നിൽ അവരുടെ കൂടി കൈകളുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ്. ഈ രണ്ട് പ്രതികരണങ്ങളാണ് ഇന്ന് ഈ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഈ രണ്ട് പ്രതികരണങ്ങളാണ് ഇന്ന് ഈ വിഷയത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. BJP ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണ വിവരങ്ങളും മുഖ്യമന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന ഉറപ്പിനെയും എങ്ങനെയാണ് കാണുന്നത്? അല്ല ഗോപികൃഷ്ണ, കേരളത്തിലെ വലിയൊരു കണ്ടെത്തലാണ് പിണറായി വിജയൻ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നു. ഓൻ കണ്ടെത്തിയതാണല്ലോ. അവൻ്റെ സർക്കാർ 9.5 കൊല്ലം അദ്ദേഹത്തിൻ്റെ സർക്കാർ ഉണ്ടായിരുന്നിട്ട് അദ്ദേഹത്തിന് സാധിച്ചല്ലോ. 3 ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ടായിട്ട് അവർക്ക് സാധിച്ചല്ലോ അല്ലേ. അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡുകൾ ഇവരൊക്കെ ഉണ്ടായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചല്ലോ അല്ലേ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കട്ടെ, ഇതിനകത്തത് ലാഘവത്തോടെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കള്ളത്തരത്തിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ ഗൂഢാലോചന എന്ന് പറയപ്പെടുന്നത്. ആ ഗൂഢാലോചനയ്ക്ക് സർക്കാരിൻ്റെ കണ്ണടച്ചുള്ള കൂട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് പ്രശാന്ത് ആയാലും പത്മകുമാർ ആണെങ്കിലും അതിന് മുൻപുള്ള വാസു ആണെങ്കിലും അനന്തഗോപനാണെങ്കിലും ആ ബോർഡുകളിലെ മെമ്പർമാരാണെങ്കിലും കമ്മീഷണർമാരാണെങ്കിലും സെക്രട്ടറിമാരാണെങ്കിലും ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടിയാണ് ഈ കാര്യം ചെയ്തത്. പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു സകലവിധ തിരുമുറിഞ്ഞ കള്ളൻ ഈ ശബരിമലയിൽ വന്ന് ഇത്രയും സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് കാലത്ത് സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് പാളി അഴിച്ചു കൊണ്ടുപോവുക, വൈകുന്നേരവും വാതിലഴിച്ചു കൊണ്ടുപോവുക, അത് കഴിഞ്ഞ് വേറെ ദിവസം താഴിക്കോട് അഴിച്ചു കൊണ്ടുപോവുക, മറ്റൊരു ദിവസം ദ്വാരപാലക ശില്പ അഴിച്ചു കൊണ്ടുപോവുക, വേറെ ദിവസം ദണ്ടൂരി കൊണ്ടുപോവുക, മറ്റൊരു ദിവസം രുദ്രാക്ഷമാലൂരി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ 4 പാട്ടം നെയ്യും അവലും മലരും ശർക്കരയും അടങ്ങുന്ന സാധനങ്ങൾ പോലും അഴിമതി നടത്തുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ വിശ്വാസി സമൂഹത്തിൻ്റെ ക്ഷേത്ര വിശ്വാസങ്ങളെയൊക്കെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നോക്കാനും അല്ലെങ്കിൽ സംരക്ഷിക്കാനും ഇവരെ കൊണ്ടാകുന്നില്ല എന്നും അതിൻ്റെ പുറകിലും കൃത്യമായ ഗൂഢാലോചന നടത്തി നല്ല അഴിമതി കാശിങ്ങനെ കാട്ടു തിന്ന് പള്ളം നിറച്ചവർ ഇവരിലുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണ്ടേ. ഞാൻ ചോദിച്ചോട്ടെ, ഇവർ എന്താ പറയണത്? ശബരിമല ക്ഷേത്രത്തിലെ പാളി പോയില്ലേ ഗോപികൃഷ്ണ? കൃത്യമല്ലേ? താഴികക്കൂടെ വടക്കും പോയില്ലേ ഗോപികൃഷ്ണ? അതും കൃത്യമല്ല. അതിലത്തെ സ്വർണത്തിൻ്റെ കണക്ക് ഇപ്പോഴും നിങ്ങൾക്കറിയോ? ഇനി അവിടെ ഉള്ളതിൽ തന്നെ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ആർക്കെങ്കിലും ഇവർക്ക് അറിയോ? പിന്നെ എന്താ അനിൽകുമാർ പറഞ്ഞേ, അതിനകത്ത് ഉത്തരവിറക്കിയിട്ടുണ്ട്. ആരാണ് മാനുവലിനെതിരായി ഉത്തരവിറക്കിയത്? എന്താണ് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന വിജയ് മല്യ ചെയ്ത സമയത്ത് മരാമത്ത് കോംപ്ലക്സിൽ വെച്ച് ഇത് ചെയ്യാനെടുത്ത തീരുമാനം ഉണ്ടായിരുന്നത്? അവിടെ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തുന്ന സമയത്ത് നിങ്ങളുടെ ബോർഡ് എന്തെടുക്കുകയായിരുന്നു? നിങ്ങളുടെ ബോർഡ് ഉറങ്ങുകയായിരുന്നോ? അവിടെ പൂട്ടന്മാരെ പോലെ അവിടെ ഇരിക്കുകയായിരുന്നോ? അതോ കോട്ടുമായിട്ട് ചായയും കുടിച്ചിരിക്കുകയായിരുന്നോ? നിങ്ങൾ മനസ്സിലാക്കണം, ആ ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനത്തെ അല്ലേ സെക്രട്ടറി കൊടുക്കേണ്ടത്. ആ സെക്രട്ടറി അതിനപ്പുറത്തേക്കൊരു തീരുമാനം എടുത്തു എന്ന് ബോർഡ് അറിഞ്ഞ സമയത്ത് ആ ബോർഡിലിരിക്കുന്ന മണ്ടശിരോമണികൾക്ക് ആ സെക്രട്ടറിയെ പുറത്താക്കാനോ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാനോ ചെയ്ത പ്രവൃത്തി ശരിയല്ലെന്ന് പറഞ്ഞ ആ തീരുമാനത്തെ റദ്ദ് ചെയ്യാനോ കഴിവും പ്രാപ്തിയും വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടാവാത്തത് ആരുടെ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം ഉണ്ടായത്. പോറ്റിയെ പോറ്റുന്നത് ആരാണ്? പോറ്റി ആരെയാണ് പോറ്റുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കള്ളത്തരം മനസ്സിലാവും ഗോപികൃഷ്ണ. ഇതിൻ്റെ പുറകിൽ നിന്നവനാരാണ്? ഇതിൻ്റെ പുറകിൽ നിന്നവന് ചോറും പയറും വാങ്ങി കൊടുത്തവനാരാണ്? പുറകിൽ നിന്ന് ചോറും പയറും മേടിച്ചവർക്ക് ഗൂഢാലോചന നടത്തി കൂട്ടുനിന്ന് ഈ കച്ചവടത്തിന് കൂട്ടുനിന്നവരാരാണ്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതില്ലേ? ഇവരെന്താ പറയുന്നത്? ഇവർ വളരെ ലാഘവത്തോടു കൂടിയല്ലേ പറയുന്നത്. ഇതിൽ ദേവസ്വം ബോർഡിനും പങ്കില്ല, സർക്കാരിനും പങ്കില്ല. പിന്നെ ആർക്കാണ് പങ്ക്? വിശ്വാസികൾക്കാണോ പങ്ക്? അതോ ഭക്തർക്കാണോ പങ്ക്? അയ്യപ്പനെ ശരണം വിളിച്ച് പോയി പ്രാർത്ഥിച്ച് അവിടെ കാണിക്കർപ്പിച്ച സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്കാണോ പങ്ക്? ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ഒരു തവണയല്ല പലതവണയായി കൊണ്ടുപോകുന്ന സമയത്ത് കണ്ണും മിഴിച്ചു നോക്കിയിരുന്ന് അതൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന് ഇതിൽ കൃത്യമായി പങ്കില്ല ഗോപികൃഷ്ണ. ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് പങ്കില്ല ഗോപികൃഷ്ണ. ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് പങ്കില്ല ഗോപികൃഷ്ണ. ദേവസ്വം ബോർഡിനെ ഭരിക്കുന്ന മന്ത്രിമാർക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലേ ഗോപികൃഷ്ണ? ആ മന്ത്രിമാരടങ്ങുന്ന സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ ഗോപികൃഷ്ണ? ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ ഗോപികൃഷ്ണ? ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന
മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല ഗോപികൃഷ്ണ? സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇത്യാദി വർഗ്ഗങ്ങൾക്കും ഒന്നും ഇതിൽ പങ്കാളിത്തമില്ല, ഞങ്ങളൊന്നും അന്വേഷിക്കാറില്ല എന്ന് നമ്മുടെ രാധാകൃഷ്ണൻ മന്ത്രി ഉണ്ടായിരുന്നല്ലോ ദേവസ്വം ബോർഡിന്റെ. ഇങ്ങനെ പുണ്യാഹം കിട്ടുന്ന സമയത്ത് കൈ കഴുകി കഴിഞ്ഞവർ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നോക്കാൻ മാത്രം വന്നതാന്ന് പറയാറുള്ളത്. ഇപ്പൊ പറയണം നടത്തിപ്പ് നോക്കാനും ഞങ്ങൾ പോകാറില്ല എന്നാ പറയണേ. ഇത്യാദി കാര്യങ്ങൾ ഇവർ ചെയ്യില്ല എങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ ഇവർക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ ആ പണി നിർത്തി ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ഭക്തരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും മാന്യതയും കാണിക്കണം ഇവർ. കാട്ടും മുടിച്ച് സുഖമായിട്ട് അങ്ങോട്ട് എന്നിട്ട് ഒരു ഉള്ളുപ്പമില്ലാതെ ഇപ്പൊ പറയാണ് ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ല, കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശക്തമായി നിയമത്തിന് മുന്നേ കൊണ്ടുവരും. ഇത്ര കൊല്ലമായിട്ട് കളവ് ചെയ്ത സമയത്ത് അതിനെ സംരക്ഷിക്കേണ്ട നിങ്ങൾ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? എന്തേ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കാഞ്ഞ്? ഇപ്പൊ നിങ്ങൾ കൈയെഴുകുന്നോ? ഇവിടെ ഈ കാണിച്ച പ്രവർത്തികളെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷിച്ചത് ഇവരുടെ സർക്കാരാണോ ഇത് കണ്ടെത്തിയത്? അല്ലല്ലോ. കണ്ടെത്തിയത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എത്ര കൊല്ലമായിരുന്നു ഇതൊക്കെ തട്ടിപ്പ് നടത്തിയിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തട്ടിപ്പിന്റെ വ്യാപ്തി ഇവിടെ ഒന്നും നിൽക്കില്ല ഗോപികൃഷ്ണ. അത് സംസ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക് പോകണോ അതോ രാജ്യത്തിന്റെ അപ്പുറത്തേക്ക് പോകണോ എന്നുള്ളതൊക്കെ അന്വേഷണ സംഘം വരുമ്പോഴാണ് അറിയാം. 30 കൊല്ലക്കാലത്തെ ചരിത്രം പരിശോധിക്കണമെന്നാണ് BJP യുടെ ആവശ്യം. 30 കൊല്ലമായിട്ടുള്ള ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തെ, ദേവസ്വം ബോർഡുകൾ സംരക്ഷിക്കുന്ന രീതിയെ ഒക്കെ കൃത്യമായി അന്വേഷിക്കണം. ഗോപികൃഷ്ണ ഒരു കാര്യം മനസ്സിലാക്കണം. നെയ്യ്, എണ്ണ, തിരി, കർപ്പൂരം, അവില്, മലര്, ശർക്കര, അരി, കദളിപ്പഴം, കളഭം, ഇങ്ങനെയുള്ള വലിയ കച്ചവടങ്ങളുടെ വലിയൊരു അഴിമതി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇവരെ കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് കരാർ ഉറപ്പിക്കുന്നതിൽ, ഇത്യാദി കരാർ ഉറപ്പിക്കുന്നതിൽ ഈ ദേവസ്വം ബോർഡുകളുടെ കളികൾ ഇനി അപ്പുറത്ത് വരാൻ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ പുറത്തു വരണം. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മെമ്പർമാർക്കും മന്ത്രിക്കും മന്ത്രിയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കും ഇത്ര കാലമായി ഇത്രയും വലിയ കള്ളത്തരം ഇവരുടെ കൺമുമ്പിൽ നടന്നിട്ട്, ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഉണ്ടായിരുന്നിട്ട്, സെക്യൂരിറ്റി ഗാർഡുണ്ടായിട്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കണ്ണടച്ചിവർ പാല് കുടിച്ചത് അറിയാൻ വൈകിപ്പോയി ഭക്തജനങ്ങൾ. ഒരു കാര്യം എഴുതി വെക്കണം നിങ്ങൾ, ഇടതുപക്ഷത്തിന് കൈ കഴുകി നമ്മുടെ രാധാകൃഷ്ണൻ കഴുകിയ പോലെ കഴുകി പോകാൻ പറ്റില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങളിൽ അക്കമിട്ട് എണ്ണി ഭക്തജനങ്ങളോട് മറുപടി പറയാതെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ നിന്ന് നിലനിൽക്കാൻ സാധിക്കുമോ? ഇവിടെ മാത്രമാണോ പ്രശ്നമുള്ളത് ഗോപികൃഷ്ണ? നിങ്ങൾ നോക്കി നോക്ക്, ഞാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞുതരാം. തൃപ്പൂണിത്തറ പൂർണ്ണ ത്രയേശ്വര ക്ഷേത്രത്തിലുണ്ടായ വിഷയം, ആറന്മുള വിഗ്രഹത്തിലുണ്ട 50 പവൻ കാണാത്ത വിഷയം, ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വിഷയം, ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ വിഷയം, എരുമേലിയിലെ ക്ഷേത്രത്തിലൊരു ടോയ്ലറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം, ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടമായ വിഷയം, ചേലക്കര പഴയന്നൂർ ക്ഷേത്രത്തിലെ നഷ്ടമായ വിഷയം. അവിടെ വിജിലൻസ് എടുത്തുകൊണ്ട് പോവുകയാണ് കൊടിമരം. 1,80,00,000 രൂപയുടെ ഭക്തരുടെ കയ്യിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയ കൊടിമരത്തിന്റെ പറ അവരെടുത്തുകൊണ്ട് പോയിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോഴേ കറുത്തൂന്ന്. 40 കൊല്ലം ഗ്യാരണ്ടി പറഞ്ഞ് 40 ദിവസം കഴിഞ്ഞപ്പോൾ കറുത്തു. എന്താ കാരണം ചോദിച്ചപ്പോൾ 16 ക്യാരറ്റിന് കുറവ് സ്വർണ്ണം ഇതിനകത്ത് ഉണ്ടായിരുന്നു. തിരുമുറിഞ്ഞ കള്ളന്മാര് കാട്ടും മുടിച്ചിട്ട് ഒരു ഉള്ളുപ്പില്ലാണ്ട് അവരത് ഊരിക്കൊണ്ടുപോയിട്ട് പറയാണ്. അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടോ നോക്കണം. അത് ആ സമയത്ത് സമിതി ഏതാ നോക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ശില്പിയായ ശ്രീ മഹേഷ് പണിക്കർ ഉണ്ട് നമ്മളോടൊപ്പം. ഞാൻ അദ്ദേഹത്തിലേക്ക് പോയ ശേഷം വരാം. ശ്രീ മഹേഷ് പണിക്കർ, ഇത് ഇവിടെയൊന്നും നിൽക്കുന്നതല്ല. ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. പരിശോധനകളും ശരിയായ അന്വേഷണവും നടത്തിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയിലേക്കും വൻകിട വ്യവസായികളിലേക്കും വരെ എത്തിച്ചേരാൻ കഴിയുന്ന അന്വേഷണമാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ ഗൂഢാലോചനയാണ്, കണ്ണികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് താങ്കൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതികരണം ഞാൻ കണ്ടത്. നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞിരുന്നു അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന വാതിൽപ്പാളി ഉൾപ്പെടെയുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുമെന്ന്. ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു തട്ടിപ്പാണിത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിന് പിന്നിൽ വൻകിടക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ സംശയിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ശബരിമല സന്നിധാനത്ത് വെച്ച് നടത്തേണ്ടുന്ന ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന നിലയിലേക്ക് ഇത് മാറാൻ ഇടയായ സാഹചര്യം? സർക്കാർ പറഞ്ഞത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ കൈകളിലേക്ക് വിടുമെന്നാണ്. അത്രയും മതിയോ ശ്രീ മഹേഷ് പണിക്കർ താങ്കൾക്ക്? ഇല്ല, ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ വളരെ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ കൂടുതൽ വിവരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഹൈക്കോടതിയുടെയും പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെയൊക്കെ ഇടപെടലാണ് ഇത് ഇത്രയും രീതിയിൽ വളരെ സുത്യർഹമായ രീതിയിൽ ഇതിൻ്റെ ആ ഒരു തെളിവും കാര്യങ്ങളും ഒക്കെ ഒന്നിന് പറയാം, ഒന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ചടുത്തത് അങ്ങനെ വന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഇത് വന്നത്. അല്ലെങ്കിൽ ഇതൊന്നും പുറം ലോകം അറിയത്തില്ല. ഇത് ഇത്രയും വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു 10% പുറത്ത് വന്നു. ഇനി ബാക്കിയും വരും. കാര്യം ഇത് വലിയ
രീതിയിൽ നമ്മളൊക്കെ ഞെട്ടുന്ന രീതിയിൽ ഇപ്പം 1 കിലോ സ്വർണ്ണം എന്നാ ഇപ്പോഴത്തെ കണക്ക് 500 ഗ്രാമായിരുന്നു, ഇപ്പോൾ 1 കിലോ സ്വർണ്ണത്തിൽ വന്ന് നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ 1000 ഇരട്ടി അപ്പുറത്തോട്ടുള്ള ധനത്തിൻ്റെ രൂപത്തിൽ, സ്വർണ്ണത്തിൻ്റെ അല്ല ധനത്തിൻ്റെ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഇവിടുന്ന് പല സാധനങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നൊരു അയ്യപ്പൻ്റെ വിഗ്രഹത്തിലോട്ട് ചുമ്മാ ചാരി വെക്കുന്ന ഒരു ചൂരൽ കഷ്ണം എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടു. അത് ചൂരൽ കഷ്ണമാണോ? അത് ആ യോഗദണ്ഡെന്ന് പറഞ്ഞതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയണ്ടേ? ഒരു ഹിന്ദുത്വത്തിൻ്റെ മെയിൻ ഒരു ബേസാണത്. എല്ലാ ഋഷിമാരും ഒരു കമ്പും ഇങ്ങനെ മേളി വശം വളഞ്ഞൊരു കമ്പും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഹാസ്യ കഥാപാത്രം പോലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ സാധനം ആക്ച്വലി അവരുടെ ഈ യോഗദണ്ഡം എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് എന്താണ്? ഈ സാധനം എടാ പിങ്കള എന്ന് പറഞ്ഞാൽ 2 നാഡിയിലൂടെ പ്രാണനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് ചില സമയത്ത് ഇടത് കൈ വെക്കും, ചില സമയത്ത് വലത് കൈ വെക്കും. അങ്ങനെയാണ് അതിൻ്റെ യൂസ്. അത് വളരെ ഈ യോഗി അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോദ്ധാവിൽ നിന്ന് യോഗിയിലേക്കുള്ളൊരു മാറ്റമാണ്. അദ്ദേഹത്തിന് വലിയ മൂർച്ചയുള്ള ആയുധമൊന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ ആയുധമാണ്, അതൊരു വെപ്പണാണ്. ആ വെപ്പൺ എത്രമാത്രം പവർഫുള്ളാണ്, ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ള രീതിയിൽ. അത് എമഡി എന്ന് പറഞ്ഞാൽ കരിങ്ങാലി മരത്തിൽ തീർത്തിരിക്കുന്നതാണ്. അതിൻ്റെ അടപ്പുകളൊക്കെ എന്ന് പറയുന്നത് ആനക്കൊമ്പൊക്കെയാണ്. അത്രമാത്രമാണ്. വളരെ വളരെ ഡീറ്റെയിൽ ഉള്ള വളരെ സാങ്കത്യമുള്ള സംഭവങ്ങളാണത്. അതൊക്കെ ഇപ്പോൾ വെറൊരു വടിക്കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയ്യപ്പാന്ന് വിളിക്കാനേ പറ്റൂ. കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്, ഇത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട മെയിൻ ആൾക്കാരൊക്കെ പിറകിലാണ്. അവരെ ഓവർകം ചെയ്താണ് ഇത്തരം ആൾക്കാരൊക്കെ വളർന്നു വന്ന് നിൽക്കുന്നത്. നമുക്കൊന്നും പറയാനുള്ള രീതിയിൽ അല്ല കാര്യങ്ങൾ. കാര്യം അതൊക്കെ അതിൻ്റെ ആ പൗരാണിക രീതിയിൽ അതിൻ്റെയൊക്കെ ആൻറ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇമ്മൻസ് ആണ്. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് വേറെ ഇപ്പോൾ പകരം വെച്ചിരിക്കുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊക്കെ പകരം വെച്ചിരിക്കുന്ന കണ്ടാലും ഏതെങ്കിലും ഒരു കാലത്തൊക്കെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു ഓപ്ഷൻ ഹൗസിൽ ഇരിക്കും ഇങ്ങനെ കാര്യത്തിലും ഒരു വിവാദം ഉണ്ടായിരുന്നു. അത് ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ മകന് അത് കൊടുത്തു എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞൊരു വിശദീകരണം താങ്കൾ കേട്ട് കാണും. ഇത് ഒരു വഴിപാട് എന്ന നിലയിൽ, കാരണം അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബം എന്ന നിലയിൽ ഒരു വഴിപാട് എന്ന നിലയിലാണ് മകൻ അത് ചെയ്തതെന്ന്. അങ്ങ് ആ വിശദീകരണം താങ്കൾക്ക് തൃപ്തികരമായി തോന്നിയോ? തീർച്ചയായിട്ടും അല്ല. അതൊരു വളരെ, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വർക്കുകൾ, അദ്ദേഹം പറഞ്ഞ ഒരു കമ്പിൻ്റെ കഷ്ണമാണ്, ചൂരൽ പോലെ ഒരു കമ്പിൻ്റെ കഷ്ണമാണ്. അതാണ് എനിക്കൊരു ഇത് വരുന്നത്. അത് ചൂരലല്ലത്, അത് എബണി എന്ന് പറഞ്ഞാൽ കരിങ്ങാലി എന്ന് പറയും. കറുത്തൊരു വൃക്ഷത്തിലുള്ള സംഭവമാണ്. ഇപ്പോൾ കുറുവടി എന്നൊക്കെ പറയും, അയ്യപ്പൻ്റെ കയ്യിലുള്ള കുറുവടി. അതൊരു ആയോധന കലയുടെ ഒരു വെപ്പണാണ്. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നിസ്സാരമായിട്ട് കാണും, ഒരു ടൂളാണ്. അവരുടെ ഒരു ഈ യോഗിക് പ്രാക്ടീസിനകത്തെ ഒരു ടൂളാണ്. നമ്മുടെ പഴയ സന്യാസിമാരിലൊക്കെ കാണും ഒരു വളഞ്ഞ സാധനം. ഇത് പക്ഷേ ചൂരൽ പോലത്തെ സംഭവമാണ്. അത് ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ ടൈപ്പ് ആയോധന കലയുടെ ഒരു ടൂളാണത്. അത് അവരുടെ പ്രാണൻ്റെ ഇതൊക്കെ ഉള്ള അത് കുറേ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അങ്ങനെ പൊതുവെ ഒരു ഇതുപോലത്തെ ഒരു സംഭവത്ത് പറയാനുള്ള അല്ല സംഭവം. അത്രയ്ക്ക് ഡീറ്റെയിൽ ഉള്ളൊരു സാധനമാണ് മാറ്റിയിട്ട് ഒരു കമ്പ് വെച്ചിരിക്കുന്നത്. അത് ചുമ്മാ അദ്ദേഹം ഉറങ്ങാൻ നേരം അമ്പലം അടയ്ക്കാൻ നേരം അങ്ങോട്ട് വെക്കുന്ന ഒരു ചുമ്മാ വെക്കുന്ന ഒരു കമ്പല്ല. അതിനൊരു കുറേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതൊക്കെ ആ കാലത്ത് തന്നെ ഉള്ള സംഭവങ്ങളാണ്. അതൊക്കെ പിന്നെ ആരെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് ഭക്തം കൊണ്ട് സമർപ്പിച്ച സാധനമൊന്നും അല്ല. അയ്യപ്പൻ എന്ന ഒരു വഴി ഇരിക്കട്ടെ. അതായത് ഈ യോഗദണ്ഡ സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ടത് ഒരു വഴിപാട് പോലെ ചെയ്തു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്. തെറ്റുണ്ടോന്ന് വെച്ചാൽ അത് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ട്. അത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് സ്വർണത്തിൻ്റെ വിലയല്ല. അതായത് ഇപ്പം ഇത് മരത്തിലുള്ള ഒരു യോഗദണ്ഡ്, ഇതിന് പകരം സ്വർണം കൊണ്ടൊരു യോഗദണ്ഡ് കൊണ്ടുണ്ടാക്കി വെച്ചാലും അവിടെ മരത്തിനുള്ളതിന് തുല്യമാകത്തില്ല. അതൊരു അപൂർവമായ വസ്തുവാണ്. അത് മറ്റേ ഈ ആനക്കൊമ്പാലെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടുള്ള സംഭവമാണ്. അത് ഒരു എബണി എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെയാണ്. ഞാൻ അതിൻ്റെ ആ ഒരു ഡിവൈൻ വാല്യൂവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കത് സ്വർണ്ണത്തിന് അതിനകത്തുനിന്ന് എത്ര സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയെന്നുള്ള സംഭവമല്ല ഞാൻ പറയുന്നത്. അതായത് അത് അങ്ങനെയുള്ള ഒരു 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 സാങ്കത്യം അതിനകത്തുണ്ട്. ഈ അയ്യപ്പ ചൈതന്യം ലോപം വന്നിട്ടുണ്ട്. ഈ തുടർച്ചയായിട്ടുള്ള ഡിവൈൻ വാല്യൂ തന്നെയാണ്, അതിന്റെ ഡിവിനിറ്റി തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ കട്ടില അല്ലെങ്കിൽ ഈ വാതിലൊക്കെ കൊണ്ട് പ്രദർശിപ്പിച്ചതും. ഇപ്പോൾ നടൻ ജയറാമിന്റെ വീട്ടിലേക്കാണെങ്കിലും സ്വർണ്ണപ്പാളിയുടെ ഒരു ഭാഗം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് കരുതുന്നൊക്കെ അതിന്റെ ഒരു ഡിവൈൻ വാല്യൂവിന്റെ പുറത്താണല്ലോ. അപ്പോൾ സ്വർണത്തിന്റെ വിലയല്ല, അല്ലെങ്കിൽ ഇത് പൂശിയ തങ്കത്തിന്റെ വിലയല്ല, അതിനും അപ്പുറത്തുള്ള ദൈവികതയുടെ വിലയാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകാം, വിശ്വാസികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വ്യവസായികളോ സിനിമാ താരങ്ങളോ അടങ്ങുന്ന ഈ വിശ്വാസ വൃന്ദത്തിൽപ്പെടുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഇവരെല്ലാം ഈ തട്ടിപ്പിന് ഓരം നിന്നു കൊടുത്തു, അതിന് കൂട്ടുനിന്നു എന്നൊക്കെ ശ്രീ മഹേഷ് പണിക്കർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു ധനത്തിന് നമ്മൾ ഉദ്ദേശിക്കാത്ത ധനമാണ്. ഇതെന്ന് പറയുന്നത് നിസ്സാരമായിട്ടൊരു 5 ലക്ഷമോ 10 ലക്ഷമോ അല്ലെങ്കിൽ ഒരു കിലോ സ്വർണ്ണോ 1/2 കിലോ സ്വർണ്ണോ അതിൻ്റെ ധനമല്ല. അത്രയ്ക്ക് വലുതാണ് ഇതിൻ്റെ ആ ഒരു കച്ചവടത്തിൻ്റെ മേഖല. കാര്യം അതൊരു മോഹവിലയാണ്. അവർ പറയുന്ന പൈസയാണ്, ഇവർ പറയുന്ന പൈസയാണ് അതിനകത്ത് വേണ്ടി ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അത്രയ്ക്കൊരു പണം ഉള്ളത് കൊണ്ട് മാത്രം ഈ വക വലിയ ധൈര്യമായിട്ട്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആത്മഹത്യാപരമായ കുറ്റകരമല്ലേ. എന്നാൽ പോലും എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഈ കുറ്റകരം ചെയ്യുന്നത്? ആ ഗ്രൂപ്പിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചെന്നല്ലേ പറയുന്നത്. നേരത്തെ 500 ഗ്രാമിനകത്ത് ഇത്രേ ആയുള്ളൂ, ബാക്കി ഒരു കുട്ടിയുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞ സാധനം ഇപ്പം 1000 ഗ്രാം ആയില്ലേ, 1 കിലോ ആയില്ലേ. അപ്പം ഇതിനകത്ത് തന്നെ ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത് ഇത്രയുള്ള രീതി വരുന്നത്.
പിന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും അവരുടെയും ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ചെമ്പാന്ന് പറഞ്ഞു, ഇപ്പോൾ സ്വർണ്ണപ്പാളി അവർ ഉരുക്കിയെന്ന് പറയുന്നു. ഈ ഉരുക്കി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാര്യം ഉരുക്കിയിട്ടുണ്ട്, ഈ കസ്റ്റമേഴ്സിനെ അവർ പറ്റിച്ചിട്ടുണ്ട്. ഈ അവരുടെ കസ്റ്റമേഴ്സിനെ അവർ പറ്റിച്ചിട്ട് അവരുടെ പറഞ്ഞു കാണിത് 1 കിലോ സ്വർണ്ണം ഉള്ള ധാരപാലകരുടെ പാളിയാണ് എന്നാ വെച്ചു. സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയുന്നത് സ്വർണം പൂശിയ ഒരു കാര്യം ഞങ്ങളെടുത്ത് കൊണ്ടുവരുന്നത് ഞങ്ങൾ അത് സ്വീകരിക്കില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്താണ് അതിനകത്തുള്ള മാർഗം? ഇപ്പൊ ഇതിനകത്ത് ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ തങ്കമാണല്ലോ, 24 ക്യാരറ്റ് ആണ്. അപ്പോൾ ഈ 24 ക്യാരറ്റ് ആണ്, അത് പൂശി അല്ലെ അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ഉരുക്കുക എന്നുള്ളതാണ്. ആ ഉരുക്കുന്നതിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ സ്മാർട്ട് ക്രിയേഷൻസ് എന്നതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. ഇല്ല, ഉരുക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ഉരുക്കണമെങ്കിൽ അവരൊരു ഇതുപോലെ സമാനമായ ഒരു ചെമ്പുപാളി സെപ്പറേറ്റ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ ഉരുക്കണമെങ്കിൽ ഇത് ഉരുക്കി കളയണമെങ്കിൽ എന്തായാലും ഒരു ബേസ് ചെമ്പുപാളി വേണമല്ലോ. ഇത് ഉരുക്കണമെങ്കിൽ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ടേ ഉരുക്കാൻ പറ്റൂ, സപ്പോസ് ഉരുക്കുവാണെങ്കിൽ. പക്ഷേ അങ്ങനെ ഉരുക്കാൻ ഇവർക്ക് കിട്ടുന്ന 1 കിലോയാണ്. അതേ സാധനത്തിന് അതുപോലെ ഇനി തന്നേരം ഞാനൊരു 5 കിലോ തരാമെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതല്ലേ ലാഭം? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിന് വേർതിരിച്ചിട്ട് ഇത് ഉരുക്കി കളഞ്ഞിട്ട് പുള്ളിക്ക് എന്താ കാര്യം? ഇത് ഇതുപോലെ കൊടുത്തിട്ട് 5 കിലോ മേടിച്ച് 1 കിലോ ഇവിടുത്തെ കണക്ക് വെച്ചു, ബാക്കി 4 കിലോ പുള്ളി കൊണ്ടുപോയി. അങ്ങനല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ? കാര്യം ഒരു കച്ചവടക്കാരന് അതിനൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പണം സമ്പാദിക്കുക എന്തായാലും കട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് മാക്സിമം വാല്യൂ കിട്ടാനല്ലേ നോക്കുന്നത്. പുള്ളി എന്തിനാണ് ലിമിറ്റ് ആകുന്നത്? എന്തായാലും കോപ്പി ഉരുക്കുകയാണെങ്കിൽ വേറൊരു കോപ്പി ഉണ്ടാക്കിയേ പറ്റൂ. മസ്റ്റായിട്ട് വേറൊരു കോപ്പി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇവർക്ക് സ്മാർട്ട് കാര്യം ആ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഡിസൈൻ കാണുമ്പോൾ തന്നെ നമ്മളൊരു ഓരോ ചെറിയ സൂം ചെയ്ത് ഓരോ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ടാണ്. അപ്പോൾ അവരെന്തായാലും ഉരുക്കിയാലും ഉരുക്കിയില്ലെങ്കിലും അവരൊരു കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോപ്പിക്കകത്ത് അവർ പുതിയ പ്ലേറ്റ് ചെയ്ത സാധനം അവിടെ കൊണ്ടുവച്ചു. അതൊരു സത്യം തന്നെയാണ്. ഈ സാധനം പിന്നെ ഉരുക്കി അവർ 1 കിലോ സ്വർണ്ണം എടുത്തോ, ഉരുക്കാതെ 5 കിലോയോ 10 കിലോയോ സ്വർണ്ണത്തിൻ്റെ വില മേടിച്ചോ? അതാണല്ലോ ക്വസ്റ്റ്യൻ. അതിപ്പം എന്തായാലും ഇപ്പം മേളിലോട്ട് അന്വേഷണം പോകാതിരിക്കാനാണ് അവർ ഉരുക്കിയെങ്കിൽ തന്നെ ഈ ഒരു തട്ടിൽ വെച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് അന്വേഷണം വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അയ്യപ്പൻ പൂർണ്ണ ഫോഴ്സിലാണ്. ഉറപ്പായിട്ടും ഈ ഒരു സാധനം മൊത്തത്തിൽ പുറത്തു വരും. ആരൊക്കെയാണോ ഇതിനകത്തുള്ള അവരെല്ലാം പുറത്തു വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ കയറുകയാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. UDF CPIM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെയാണ് സംഘർഷം. കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റു. പോലീസ് ലാത്തി വീശിയപ്പോഴാണ് പരിക്കേറ്റതെന്നുള്ള വിവരവുമുണ്ട്. ഏതായാലും അത് പരിശോധിക്കാൻ സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് വിവരങ്ങളുമായി. സമീർ, വലിയ സംഘർഷമാണോ പേരാമ്പ്രയിൽ ഉണ്ടായത്? എന്താണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്? ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.